അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്ന ബി.ജെ.പി. നേതാവ് വി മുരളീധരൻ അയ്യപ്പ സംഗമം നടത്തി കാപട്യം കാണിച്ചവരുടെ യഥാർത്ഥ മുഖം അയ്യപ്പൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. 1999 ശ്രീ വിജയ് മല്യ ആണ് ഈ സ്വർണപ്പാളികൾ ഘടിപ്പിച്ചത്. ഞാൻ മാധ്യമപ്രവർത്തകരുടെ കൂടി അറിവിന് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പലരും സ്വർണം പൂശുക എന്നുള്ള പ്രയോഗം നടത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് സ്വർണം പൂശുകയല്ല, സ്വർണപ്പാളികൾ ഈ ശില്പത്തിൻ്റെ മുകളിൽ ഘടിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സ്വർണപ്പാളികൾ ഘടിപ്പിക്കുകയാണ് ചെയ്തത്. ആ 99 നടന്ന ഇതിന് ശേഷം 2019 അത് ഇളക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുകയോ നന്നാക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ഇത് തീരുമാനമെടുത്തത്? കാരണം സ്വർണപ്പാളികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ സജഷൻ ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? അതിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ ആരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആ വിഷയം എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതിനുശേഷം തന്ത്രിയുടെ ഉൾപ്പെടെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം. അതിനുശേഷം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുൻപാകെ ഈ വിഷയം അവതരിപ്പിച്ച് ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ നടത്തേണ്ടത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, മറ്റേതെങ്കിലും ചെറിയ ക്ഷേത്രങ്ങളിൽ വിരുദ്ധമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ക്ഷേത്രങ്ങളുടെ ഈ തരത്തിലുള്ള ഏത് പ്രവൃത്തിയും നടക്കുന്നത് ക്ഷേത്ര പരിസരത്താണ്. ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു വസ്തുവും പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ഉൾപ്പെടെ ഉള്ള ആളുകൾ അംഗീകരിച്ചിട്ടുള്ള നിയമം. അങ്ങനെ ഇരിക്കെ 2019 ഈ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനം ആരെടുത്തു? എന്തിനെടുത്തു? ഈ സ്വർണപ്പാളികൾക്ക് എന്ത് കേടുപാടുകളാണ് സംഭവിച്ചത്? ആ കേടുപാടുകൾ സംഭവിച്ചത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനെടുത്ത തീരുമാനം, അയാളെ ഈ പണി ഏൽപ്പിക്കാനെടുത്ത തീരുമാനം ആരുടേതായിരുന്നു? 40 ദിവസം 2019 ജൂലൈ 19 തീയതി തൊട്ട് ഓഗസ്റ്റ് 9 തീയതി വരെ ഉള്ള 40 ദിവസം, ഈ 40 ദിവസം ഇത് ചെന്നൈയിലേക്ക് ഉള്ള ഈ യാത്ര നടന്നതിൻ്റെ കാലയളവ് തന്നെ വളരെ ദുരൂഹമായിട്ടുള്ളൊരു കാലയളവാണ്. ഇത്രയും ദിവസം എടുത്തു എന്നുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ? ആ കാലത്ത് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ടോ? അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു ക്രമവിരുദ്ധമായിട്ടുള്ള ഒരുപക്ഷെ സംശയാസ്പദമായിട്ടുള്ള കാര്യം ചെയ്തു. ഇത് തിരിച്ചു വന്നതിന് ശേഷം തൂക്കത്തിൽ കുറവ് വന്നു എന്നുള്ളതിൻ്റെയും രേഖകളുണ്ട്, തെളിവുകളുണ്ട്. കാരണം സന്നിധാനത്ത് നിന്ന് 2019 ജൂലൈയിൽ പുറപ്പെടുമ്പോൾ പാളികളുടെ ഭാരം 25.4 കിലോയും പീഠത്തിൻ്റെ ഭാരം 17.4 കിലോയായിരുന്നു. അങ്ങനെ ആകെ 42.8 കിലോ. ഓഗസ്റ്റ് 29 സ്മാർട്ട് ക്രിയേഷനിൽ തൂക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 40 ദിവസം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അവിടെ തൂക്കിയപ്പോൾ ഭാരം 38.258 കിലോ. സ്വർണം പൂശിയതിന് ശേഷം അതിനുശേഷം അവിടെ അവർ പണി നടന്നു.
ആ പണി നടന്നതിന് ശേഷം 38.653 അതായത് തൂക്കത്തിൽ തന്നെ 4.147 കിലോ കുറഞ്ഞു.